ഹലോ ഗൈസ്, ഞാനാണ് കാർത്തിക് എസ്. അപ്പോൾ ഗൈസ്, ഞങ്ങളുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഗൈസ്, ഞങ്ങൾ ഇന്ന് കളിക്കാൻ പോകുന്നത് ഗ്രാനിയാണ്. ഇപ്പോൾ നിങ്ങൾ കണ്ടുകാണായിരിക്കും, പുതിയൊരു അപ്ഡേറ്റ് വന്നിട്ടുണ്ട്. ഹാലോവീനാണ്. അപ്പോൾ ഗൈസ്, ഇത് ഞങ്ങളുടെ ബാക്ക്ഗ്രൗണ്ട് സംഭവങ്ങളൊക്കെ മാറ്റിയിട്ടുണ്ട്. ഓക്കെ, പീസ് പുത്തൻ അപ്ഡേറ്റ് ഉണ്ട് പറയാം. ഇപ്പം വീഡിയോയിലോട്ട് കിടക്കാം. അപ്പോൾ ഡേ 1 ആയിട്ടുണ്ട്. ഓക്കെ, പഴയ പോലെ തന്നെ പിന്നെ എണ്ണിക്കുന്നു. ഗൈസ്, ഞാൻ കുറേ കാലം ഗ്രാനി കളിച്ചിട്ട് അവസാനമായിട്ട് ഞാൻ ഗ്രാനി ചാപ്റ്റർ 2 എക്സ്ട്രീം അങ്ങാണ്ട് എസ്കേപ്പ് ചെയ്തിട്ടുള്ളൂ. പിന്നെ എല്ലാവരും മറക്കാതെ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ്. ഞങ്ങൾ ലൈക്ക് ടാർഗറ്റ് 20 ആക്കിയിട്ടുണ്ട്. എല്ലാവരും അടിച്ച് പൊട്ടിക്കുക. ഓക്കെ, ഇത് ഞാൻ വോയിസ് കളിച്ച് കഴിഞ്ഞിട്ട് വോയിസ് ഓവർ ചെയ്യുന്നതാണ്. അപ്പം ഇതിലൊക്കെ മിസ്റ്റേക്കുകൾ വരാം, എല്ലാവരും ക്ഷമിച്ചിരുന്ന് കാണുക. ഓക്കെ, തള്ളച്ചിയെ കാത്തിരിക്കുള്ളൂ. ഇവിടെ പോയി വോയിസ് കണ്ടല്ല ഗൈസ്, ബാക്ക്ഗ്രൗണ്ടൊക്കെ ആകെ ചേഞ്ച് ആക്കിയിട്ടുണ്ട്. ഗൈസ്, ഇത് ഞങ്ങളുടെ നൈറ്റ്മെയർ മൂഡ് പോലെ തന്നെയാണ്, പുത്തൻ ചേഞ്ച് ഒന്നേ ഉള്ളൂ. നിങ്ങളുടെ ലോബിയിലും അതുപോലെ ചേഞ്ചസ് ഒക്കെ വന്നിട്ടുണ്ട്. ഇതുപോലെ ഈ ഡിഫോൾട്ട് മാറ്റിയിടുമ്പോഴത്തേക്ക് ഗെയിം തീം മാറ്റിയിടുമ്പോൾ ഓക്കെ തള്ളച്ച് വന്നിട്ടുണ്ട്. അങ്ങോട്ട് പോവാം. എലി അതിൻ്റെ ഇടയ്ക്ക് വന്ന് ഞങ്ങളെ കടിച്ചു. ഓക്കെ, ബുക്ക് ഇവിടെ ഇരിപ്പുണ്ട്. പ്രീസെറ്റ് 1 ഞങ്ങൾ സീവർ എസ്കേപ്പാണ് ഗൈസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ അടുത്ത തവണ കാറും ഡോറും ചെയ്യണം. ഓക്കെ, തള്ളെ വെട്ടിച്ച് പോയിട്ടുണ്ട് അങ്ങോട്ട്. പക്ഷെ ഞാൻ ഷോർട്സ് ഇട്ടായിരുന്നു, അത് വെച്ചാൽ ഞാൻ വേറെ ഒന്ന് ചുമ്മാ ട്രൈ നോക്കിയാണ്. അതിൻ്റെ ഇടയ്ക്ക് ആ സ്കെൽറ്റൻ അങ്ങനെയും പൈസ ഞാൻ പറഞ്ഞു എന്താണെന്ന് വെച്ചാൽ ഷോർട്സ് ഇടുമ്പോഴത്തേക്കിനാണ് സംഭവം. ഞാൻ കുറച്ച് ടെസ്റ്റ് ചെയ്ത് നോക്കിയതാണ് ഗെയിം എങ്ങനെ ഉണ്ടെന്ന്. ഓക്കെ, അത്യാവശ്യം കുഴപ്പമൊന്നുമില്ല. തള്ള പോകുന്നുണ്ട്, ജെറ്റ് പോകുന്നല്ലോ പോകുന്നത് പുള്ളിക്കാരത്തി. അയ്യോ, കുറേ സംഭവങ്ങളുണ്ട്. കേസ് എക്സ്ട്രീം കളിക്കുന്നുണ്ട്, ഞാൻ ചെയ്യണോ വേണ്ടതെന്നൊക്കെ ഒന്നും അറിയത്തില്ല. ഓക്കെ, ഞാൻ വിചാരിച്ചാൽ നോർമലോ ഹാർഡ് മോഡോ എല്ലാം കളിച്ചിട്ട് എക്സ്ട്രീം ഇടാമെന്നാണ്. പിന്നെ ഇത് ഞാൻ നേരത്തെ വന്ന സമയത്ത് തന്നെ പിന്നെ അങ്ങ് എസ്കേപ്പ് ചെയ്തിട്ടു. ഞാൻ 2 കളി കളിച്ചങ്ങോട്ട് അവർ ഇതങ്ങോട്ടായി എടുത്ത്. ഓക്കെ, തള്ള വെട്ടിച്ച് പോവാ. വോയിസ് ഇതിനകത്ത് വല്ലാത്തൊരു സോങ് ആണ്, ചേസ് മ്യൂസിക്കും കാര്യങ്ങളൊക്കെയാ. ഓക്കെ, ഈ അസ്ഥികൂടം ഭയങ്കര ശല്യം കേട്ടോ. അതേ പോകുന്നു, ഭയങ്കര ഇറിറ്റേഷൻ ഉണ്ടാക്കുന്ന സംഭവമാണ്. പക്ഷേ ഈ തള്ളച്ചിയെ കൊണ്ട് കഷ്ടമായല്ലോടാ. പുള്ളിക്കാരത്തി പണ്ട് തൊട്ട് ഇങ്ങനെ. ഓക്കെ ഗൈസ്, ആൻജലിനെ തള്ളച്ചി. ഓക്കെ, തള്ള അതിൻ്റെ ഇടയ്ക്ക് വന്നായിരുന്നു. തള്ള കണ്ട പോകുന്നു. അയ്യോ പൊക്കോട്ടെ. ഞാൻ പറഞ്ഞ പോലെ തന്നെ എന്തുവാ ഗെയിം പ്ലേ കഴിഞ്ഞിട്ടാണ് വോയിസ് ഓവർ ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റേതായ ചെറിയ വ്യത്യാസങ്ങളുണ്ട്. ഓക്കെ, തള്ളച്ചിയെ വെട്ടിച്ച് നേരെ ഞങ്ങൾ അങ്ങോട്ടൂടെ പോകുന്നു. ഒന്നും കൂടെ ഒച്ച ഉണ്ടാക്കിയേക്കാം. ഓക്കെ, നിങ്ങൾക്ക് ഇതിങ്ങോട്ട് പോയി തുറക്കാൻ പദ്ധതി ഇട്ടത്. ഓക്കെ, തള്ള അങ്ങോട്ട് പോകുന്നുണ്ട്. പുള്ളിക്കാരത്തിയെ വെട്ടിച്ചു പോകാനാണ് എളുപ്പമാണ്. അത് പണ്ടേ അങ്ങനെയാണല്ലോ. പിന്നെ സീവറിൽ കയറുമ്പോൾ അതൊക്കെ പിന്നെ ഞങ്ങൾക്ക് പണ്ടേ ഈസി. അതങ്ങനെ ആ സംഭവം സീവറിൽ കയറുന്നു, എസ്കേപ്പ് ചെയ്യുന്നു. ഓക്കെ, ഇത് ഇത്ര ഉള്ളല്ലോ. തള്ള അങ്ങോട്ട് പോകുന്നുണ്ടേ. മറ്റേ അസ്ഥി കൂടെ അല്ല പോകുന്നത്, നടക്കുന്നുണ്ടോ ഇപ്പോൾ ഉണ്ടോ? അത് തൂക്കിയിടും. അങ്ങനെ അത് ചെയ്തില്ലെങ്കിലേ ഉള്ളൂ അത്ഭുതം. അങ്ങനെ ചെയ്തില്ലെങ്കിലേ ഉള്ളൂ. പിന്നെ ഈ കുറേ ക്രീപ്പി ആയിട്ടുള്ള സൗണ്ടൊക്കെ ഉണ്ട്. ഈ തണ്ണിമത്തനൊക്കെ ഈ എന്താ കാണാത്ത പോലെ. പക്ഷേ അതിൻ്റെ ഇടയ്ക്ക് ഇത് ഇങ്ങനെ. ഓക്കെ, പെട്ടത്തള്ള പോകണം. എന്നിട്ട് വേണം മറ്റേ ഷോട്ട് ഗണ്ണിൻ്റെ പീസും കൂടെ എടുത്തിട്ട് ഷോട്ട് ഗൺ ഉണ്ടാക്കാൻ. എന്നിട്ട് വേണം തള്ളയുടെ പെടലിയൊക്കെ ഒരെണ്ണം കൊടുക്കണം. ഓക്കെ, ഇവിടുന്ന് പോയി കിട്ടിയാലേ ഉള്ളായിരുന്നു സംഭവം നടക്കത്തുള്ളൂ. ഓക്കെ, തള്ള അങ്ങ് പോയിട്ടുണ്ട്. കുറേ നേരം നിന്നല്ലോ, കുറച്ച് നേരം അങ്ങ് നിന്ന്. ഓക്കെ, ഞങ്ങൾക്ക് ഈ പീസും കൂടെ കൊണ്ടങ്ങോട്ട് വെക്കണം. എന്നിട്ട് വേണം പിന്നെ ഷോട്ട് ഗൺ ഉണ്ടാക്കി തള്ളച്ചിയെ അടിച്ച് പോയിച്ചിട്ട് ബാക്കി എസ്കേപ്പ് ചെയ്യാനുള്ള സാധനങ്ങളൊക്കെ എടുക്കണ്ടേ. ഓക്കെ, ഇപ്പോൾ സ്ട്രാപ്പ് കിടക്കുന്നു. അയ്യോ, നൈറ്റ്മെയർ പോലെ അല്ല, ഇതിനകത്ത് എലിയുണ്ട് കേട്ടോ. അല്ല, നൈറ്റ്മെയർ തന്നെയാണ്. നൈറ്റ്മെയറിൻ്റെ ഒരു വേറെ വേർഷൻ
അങ്ങനത്തെ ഒരു രീതിയിലാണ് ഈ അപ്ഡേറ്റ് കൊണ്ടുവന്നിരിക്കുന്നത്. പിന്നെ ട്രാപ്പിൻ്റെ കാര്യത്തിൽ ചേഞ്ച് ഒന്നും ഇല്ല. ഇനി എന്തോന്ന് എലിയൊക്കെ ഉണ്ട്. അത്യാവശ്യം ഡിഫിക്കൽട്ടി ആക്കിയിട്ടുണ്ട് സംഭവം കേട്ടോ. ഗ്രാനി 2 ഒന്നും പോലില്ല. ഗ്രാനി 1 ഇച്ചിരി എളുപ്പമാണ് കളിക്കാനേ. മറ്റേ ഒന്നും അല്ല, 2ഉം 3ഉം പോലൊന്നും അല്ല കളിച്ച് വെച്ച് നോക്കുമ്പോൾ. ഇതൊക്കെ പിന്നെ സ്റ്റിൽ ഈസിയാണ്. പിന്നെ സീവറും കൂടെ വന്നപ്പോൾ ഇത്തിരി ടഫ് വന്നിട്ടുണ്ട് സാധനത്തിൽ. ഓക്കെ ഗായ്സ്, തളച്ച കത്തിക്കുകയാണ്. വന്നു. അയ്യോ, തള്ള വന്നു, ഒറ്റയടി, അത്രേ ഉള്ളൂ. ഓക്കെ, പുള്ളിക്കാരത്തി വിചാരിച്ച എന്താണെന്ന് വെച്ചാൽ ഞങ്ങളെ അടിച്ചിട്ടിട്ട് വലിയ ആൾ കളിക്കാമെന്നാണ്. നടക്കത്തില്ല. അവിടെ ആ സ്ക്രൂ അടിച്ചിട്ടിട്ടുണ്ട്. ട്രാപ്പൊക്കെ ഇപ്പോഴും കിടക്കും, അത് ഡീആക്ടിവേറ്റ് ചെയ്യാൻ പറ്റിയില്ല. ഓക്കെ, നമുക്ക് ഇനി പോയാൽ പറ്റുന്നു. ഫ്രീസിങ് ട്രാപ്പ് എടുക്കണം. അവിടെ തന്നെ വുഡൻ സ്റ്റിക്കും ഇരിപ്പുണ്ട്, അതും എടുക്കണം. അതിന് തന്നെ ഗൈസ് തള്ളച്ചിയൊന്ന് ഇങ്ങോട്ട് വിളിച്ചേക്കാം. പുള്ളിക്കാരത്തി ഇതിലെ കൂടെ വരുന്നൊന്നും ഒരു പിടുത്തവും ഇല്ല. പറഞ്ഞ പോലെ തന്നെ ഞാൻ കുറേ കളിച്ചിട്ട്. പിന്നെ അതുപോലെ തന്നെ ഈ സ്പൈഡർ ഉണ്ടല്ലേ ഈ ഗൈസ്, ഇതിനകത്ത് മാത്രമാണ് ഗൈസ് ജംസ്കെയർ വന്നിട്ടുള്ളൂ. ഇതിനകത്ത് തന്നെ ഈ ഒരു തീമിൽ മാത്രമാണ് നമുക്ക് ജംസ്കെയർ കുറേയും കൂടെ ഉണ്ട്. അത് കൊള്ളാമെന്നുണ്ട്, അത് അപ്ഡേറ്റ്. ഓക്കെ, സംഭവം ജംസ്കെയറൊക്കെ സ്പൈഡർ ഒന്നിങ്ങോട്ട് പേടിപ്പിക്കുന്നത് സംഭവങ്ങളാണ്. ഫ്രീസിങ് ട്രാപ്പ് എടുത്ത് ഞങ്ങൾ ഇങ്ങോട്ട് ഇട്ടിട്ടുണ്ട്. ഞങ്ങളെ സാധനമെല്ലാം എടുത്ത് തള്ളച്ചിയെ പുഴയ്ക്കാൻ വേണ്ടി റെഡി ആയി നിൽക്കുവാണ്. ഓക്കെ ഓക്കെ, ഇതും കൊണ്ടെടുക്കും വുഡൻ സ്റ്റിക്ക്. ഞാൻ അല്ലാതെ എന്തോയിരുന്നു നമ്മൾ ഈ റെക്കോർഡ് ചെയ്ത് കഴിഞ്ഞിട്ട് വോയിസ് ഓവർ കൊടുക്കുന്നതോറും എനിക്കത്ര ഇതായിട്ട് തോന്നുന്നു. ഞാൻ അല്ലാതെ ചെയ്യണമെന്ന് വെച്ചേ, പക്ഷേ പറ്റത്തില്ല. ഓക്കെ, തള്ളച്ചി വന്നിട്ടുണ്ട്. തള്ള അങ്ങോട്ട് ഇട്ടിട്ടുണ്ടായിരുന്നു. അങ്ങനെ തള്ളച്ചിയെ വെട്ടിച്ച് പോകാൻ നിന്നപ്പോഴാണ് ഗൈസ് ഇത് സംഭവിച്ചത്. തള്ളച്ചി സ്റ്റക്കായിപ്പോയി. ഷോ. ഓക്കെ ഗൈസ്, ഞങ്ങൾ സെക്കൻഡ് അറ്റംപ്റ്റുമായിട്ട് വന്നിട്ടുണ്ട്. സെക്കൻഡ് അല്ല, മൂന്നാമത്തെ കേട്ടോ. തള്ള വരും, തള്ളയെ പോയിച്ചിടും, എന്നിട്ട് നേരെ പോയിച്ചെല്ലാം അങ്ങോട്ട് ഐസ് കട്ട പരുവത്തിയാകും. എന്നിട്ട് നമ്മൾ നേരെ എസ്കേപ്പ് ചെയ്യാൻ പോകും. ഓക്കെ ഗൈസ്, തള്ളച്ചി പോയി. അതിൻ്റെ ഇടയ്ക്ക് പിന്നെ കാക്കയും കൂടെ തട്ടണം. തോക്കിപ്പോയി ആമ എടുക്കാം. കാക്കയെ തട്ടിയില്ലെങ്കിൽ ഞാൻ എങ്ങോട്ട് പോവാനാ? കാക്കയെ തട്ടിയ റിമോട്ട്, അതിനകത്ത് പിന്നെ ഇതുണ്ട്. കട്ടിംഗ് ബ്ലേസിൻ്റെ കാര്യമാണ്. ഓക്കെ, തള്ളച്ചിയെ വെടിവെച്ചിടാനായിട്ട് ഞാൻ വരികയാണ്. തള്ള ഞാൻ ഇന്ന് പറപ്പിക്കും. കണ്ടോ, നമ്മൾ വരട്ടെ. തള്ള വരുന്ന കാക്കയെ കൊല്ലുന്നു. കണ്ടോ, തള്ള അങ്ങോട്ട് അടിച്ചിടുമെന്ന് ഇറങ്ങിയിടും. കാക്ക ഡൗൺ. രണ്ടുപേരെയും തട്ടിയിട്ടുണ്ട്. അങ്ങനെ ഫൈനലി പിന്നെ നിങ്ങൾക്ക് റെസ്റ്റി പാളിലൊക്കെ എടുക്കണം. എന്നിട്ട് നിങ്ങൾക്ക് നേരെ സീവറിലോട്ട് ചാടിയാൽ മതി. അതൊക്കെ അത്രേ ഉള്ളൂ. ആ സംഭവമൊക്കെ ചെയ്യാൻ എളുപ്പമാണ്. സീവറിൽ ചാടിയാൽ നമുക്ക് ഇവരുടെ മൂവ്മെൻറ്റ്സ് അറിയാതെ, ടെഡിയുടെ ഒന്നും സഹായമില്ല, മൂവ്മെൻറ്റ്സ് അറിയാം, ഇച്ചിരി പാടുണ്ട്. പക്ഷേ നമുക്ക് മനസ്സിലാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ സീവറൊന്നും ഒരു പ്രശ്നമില്ല. അതുപോലെ തന്നെ ഈ സ്പൈഡറിൻ്റെ കാര്യം, ഇത് ഇച്ചിരി മെനയാണ് ഈടായിട്ട് തള്ളച്ചിരിക്കുന്നത്. ഓക്കെ, നമുക്ക് ഇതെടുക്കണം, കട്ടിംഗ് പ്ലേസ് എടുക്കണം. തള്ളച്ചിയെ പറ്റിച്ച ആദ്യത്തേതും അവസാനത്തേതും അല്ല, കുറേ പേര് പറ്റിക്കുന്നുമുണ്ട്. ഓക്കെ, തള്ളച്ചി അങ്ങോട്ട് പോട്ടെ. പുള്ളിക്കാരിയെ പറ്റിക്ക് എന്നെ എളുപ്പമാണ്. ഞാൻ വിചാരിക്കും ഇത് മറ്റേ 2 പോലൊന്നുമല്ല. ഇതിനകത്ത് തള്ളച്ചിന് ട്രാപ്പൊക്കെ ഇടും, പക്ഷേ ഇത്ര പാടില്ല. ഈ 2നും 1നുള്ള വേറെ സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, മറ്റേ 1നകത്ത് തന്നെ അൺലിമിറ്റഡ് എമോ ഒക്കെ കിട്ടും. ഈ എക്സ്ട്രീമിലാണെങ്കിലും എമോയുടെ മറ്റേ ലിമിറ്റേഷന് ചേഞ്ച് ഇല്ല. അത് മറ്റേ ഗ്രാനി 2ൻ്റെയും 3യുടെയും കാര്യം പറയുമ്പോഴത്തേക്ക് എൻ്റെ തള്ളച്ചി വന്നേ. ഞങ്ങൾ പറഞ്ഞു എന്താണെന്ന് വെച്ചാൽ, ഗ്രാനി 2ഉം 3യും വന്നു കഴിഞ്ഞാൽ ഞങ്ങൾ ഓരോ ഡിഫിക്കൽട്ടി കൂടുന്നതനുസരിച്ച് ഞങ്ങളുടെ ഈ എമോ റിസോഴ്സസ് ഒക്കെ കുറയും. അത് തന്നെ ഗെയിമിന് ടഫ്നെസ് കിട്ടുന്നത്. കാരണം ഈ ബുള്ളറ്റൊക്കെ വെച്ച് കൊല്ലുമ്പോഴത്തേക്ക്, ഞങ്ങൾ ഈ ഷോട്ട് ഗണ്ണ് കാര്യങ്ങൾ വെച്ച് കൊല്ലുമ്പോഴത്തേക്ക് നല്ല സമയം, കുറച്ചും കൂടെ എക്സ്ട്രാ സമയം കിട്ടും. പക്ഷേ മറ്റേത് കിട്ടാൻ ചാൻസ് ഇല്ല. അപ്പോൾ റെസ്റ്റി പാളിലൊക്കെ എടുത്തിട്ടുണ്ട്. ഓക്കെ, ഞാൻ ഈ അല്ലാത്ത കാര്യങ്ങൾ പറയുന്നതുകൊണ്ട് ആരൊന്നും വിചാരിക്കരുത്, ഞാൻ ചുമ്മാ പറയുന്നതേ ഉള്ളൂ.
അല്ലാത്ത രീതിയിൽ ഇരുന്നെങ്കിൽ ഗെയിം പ്ലേ കുറച്ചും കൂടെ രസകരമാക്കായിരുന്നു. ഓക്കെ, നമ്മൾ ഏതാണ്ട് എസ്കേപ്പ് ചെയ്യാറ് അടുത്തെത്തി. നമുക്കിനി തള്ളച്ചെ പുകച്ചിട്ടിട്ടില്ലേ, എന്നിട്ട് വേണം ഇതെല്ലാം കൊണ്ട് സീവറിനകത്തോട്ട് ഇടാൻ. ഓ എലി. ഓക്കെ ഗൈസ്, രണ്ടാമത്തെ തവണ കേട്ടോ. ഇതിനകത്ത് എലിയുണ്ട്, പക്ഷെ ഇതിനകത്ത് ഫിൽറ്റർ അടിച്ച പോലെ ഈ ബാക്ക്ഗ്രൗണ്ടൊക്കെ അത് വലിയൊരു കാര്യമാണ്. ഫിൽറ്റർ അടിച്ച പോലെ ബാക്ക്ഗ്രൗണ്ടും അവിടെ പോകുന്നു. കുറേ ഞാൻ കളിച്ചിട്ടേ ഗെയിം, അപ്പോൾ ആ ഒരു സ്പീഡൊന്നും ഇല്ല, അതൊക്കെ കുറഞ്ഞു. ഞാൻ എൻ്റെ പഴയ ചാനലിലോട്ട് ഗ്രാനി എക്സ്ട്രീമൊക്കെ സ്കിപ്പ് ചെയ്തതാണ്. എൻ്റെ ഒരു ഫിയർലെസ് കിങ്. ഓക്കെ, നമുക്ക് തള്ളച്ചൊന്ന് പോയിച്ചിട്ടേക്കാം. പിന്നെ ഗ്രാനി 2 ഫുൾ എസ്കേപ്പും കംപ്ലീറ്റ് ആക്കി. അത് പിന്നെ വിട്ടോട്ട് ഡൈയിങ്ങും ചെയ്യാനുണ്ട്. അത് ഞാൻ 500 സബ്സ്ക്രൈബേഴ്സ് ആകുമ്പോൾ ചെയ്യാൻ എന്നെ ഉദ്ദേശിച്ചിരിക്കുന്നത് കേട്ടോ. 3 എസ്കേപ്പും കംപ്ലീറ്റ് ആക്കി. ഇനി 3യും കളിക്കണം, സമയമില്ല, അതുകൊണ്ടാണ്. പക്ഷേ ഞങ്ങൾക്ക് ഇതെല്ലാം കൊണ്ട് ഫീവറിനകത്തോട്ട് ഇടണമായിരുന്നു. അപ്പോൾ നേരെ അങ്ങോട്ട് വെച്ച് പിടിക്കുക. ഓക്കെ, ഇങ്ങോട്ട് ഇടുക. കട്ടിംഗ് പ്ലേസ് അല്ല, ചെയിൻ കട്ടർ. ഞാൻ ഈ കട്ടിംഗ് പ്ലേസ് എന്ന് പറയുന്നത് കുറേ ആയി. എനിക്ക് തന്നെ അല്ലാതെ റെക്കോർഡ് ചെയ്യുമ്പോൾ ആണേലും അല്ലേലും അയ്യോ. ചെയിൻ കട്ടിംഗ് പ്ലേസ് എന്നല്ലേ ഞാൻ പറഞ്ഞേ. ഓക്കെ, റസ്റ്റി പാഡ്ലോക്കി ഇപ്പോഴും അത് തന്നെയാണ് പറയുന്നത്. ഓക്കെ, ചെയിൻ കട്ടറും താഴോട്ട് ഇട്ടു. ഇങ്ങനെ ഇട്ട് കഴിഞ്ഞാലുള്ള പ്രശ്നം എന്താണെന്നറിയോ, ഇത് 3 താഴോട്ടിടാൻ ഭയങ്കര പാടാറ്റി. റസ്റ്റി പാഡ്ലോക്കിയാണ് പിന്നെ എന്തെങ്കിലുമൊക്കെ കാണിച്ചിടുക കേട്ടോ. മെനയാ ചെയ്യുന്ന ആളുകളെ തന്നെ അവിടെ പോകുന്നു. ഓ, ഇങ്ങനെ മര്യാദയ്ക്ക് പറ്റിയല്ലോ. ഇതെല്ലാം കൊണ്ട് പിന്നെ അതുപോലുള്ള സംഭവം അത്ര പാടാ. അല്ല മറ്റേ ഈ ഗ്യാരേജിൻ്റെ അതേ കൂടെ മറ്റേ ഇറമ്പി കൂടെ ഇട്ട് കയറി വരാമെന്ന് വെച്ചാൽ അതിലിപ്പോൾ അത് ടൈപ്പ് ട്രിക്ക് തന്നെ. പക്ഷെ ഞങ്ങളത് ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നില്ല സത്യത്തിൽ. ഇനി ഈ പെരട്ട തള്ളച്ചയും കൂടെ വെട്ടിച്ചു വേണം പോവാൻ. പുള്ളിക്കാരത്തിയെ പറ്റിക്കാൻ അത്രയും പാടില്ലെന്ന് തോന്നുന്നു. ഞാൻ കുറേ ആയിട്ടാണ് കളിക്കുന്നത്. പിന്നെ എൻ്റെ ഉള്ള എക്സ്പീരിയൻസ് വെച്ചിട്ട് പറയുക, ഇച്ചിരി റിസ്ക് തന്നെയാണ്. ഓക്കെ, അതിലേക്ക് ഈ ഡാർക്ക്നെസ്സും കൂടെ ഉള്ളതുകൊണ്ട് തന്നെ. ഓക്കെ, പുള്ളിക്കാരത്തി അവിടെ ഇപ്പോൾ ഉണ്ട്. നിങ്ങൾക്കിത് ഇടണ്ട, നിങ്ങൾക്കിത് ഇങ്ങോട്ടിടാം. ഓക്കെ ഗൈസ്, നമുക്ക് നേരെ അടുത്ത സാധനം എടുക്കാനായിട്ട് പോവാം. പണ്ടേക്ക് പുള്ളിക്കാരത്തി എന്നെ കണ്ടു. പുള്ളിക്കാരത്തി എൻ്റെ സംഭവമാണ്. പുള്ളിക്കാരത്തി അങ്ങോട്ട് പോയി. പക്ഷെ ഞങ്ങൾക്ക് ഇതും എടുത്ത് അതുപോലെ അങ്ങോട്ട് ഇടണം. കണ്ടോ, ഞങ്ങൾക്ക് ചെയിൻ കട്ടർ ഇങ്ങോട്ട് എടുക്കുക. ഓക്കെ, എന്നിട്ട് നിങ്ങൾക്ക് വുഡൻ സ്റ്റിക്ക് എടുക്കാം, അതുപോലെ അങ്ങോട്ട് വെക്കാം. പിന്നെ ഗൈസ്, ഞങ്ങളല്ലാതെ ഗെയിം പ്ലേയുടെ വോയിസ് വേണമെന്നുള്ളത് കമൻറ്റ് ചെയ്യുക. ഇങ്ങനെ ചെയ്യുന്നതാണ് വീഡിയോ നല്ലത്, അല്ലെങ്കിൽ മറ്റേ ഗെയിം പ്ലേയുടെ കൂടെ ഞാൻ സംസാരിച്ച് കളിക്കുന്നതാണ് നല്ലതെന്ന് പറയാം. ഓക്കെ, ഇത് വെച്ചിട്ട് എനിക്ക് വല്ലാതെ തോന്നുന്നുണ്ട്, പഴയ പോലെ പറ്റത്തില്ല കേട്ടോ. ഓക്കെ, ഞങ്ങൾ ഫൈനലി എസ്കേപ്പ് ആയിട്ടുണ്ട്. അപ്പോൾ ഈ വീഡിയോ ഇത്രേ ഉള്ളൂ. എല്ലാവരും മറക്കാതെ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്. അപ്പോൾ ഗൈസ്, ഞങ്ങൾ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. കണ്ടല്ല പാവങ്ങൾ, തള്ളാച്ചിയുടെ മൂക്കൊക്കെ ഇച്ചിരി നീണ്ടിരിക്കുന്നു. പുള്ളിക്കാരത്തിയുടെ മൂക്ക് നോക്കട്ടെ. കണ്ടു. ഗൈസ്, ഈ വീഡിയോ ഇത്രേ ഉള്ളൂ. എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ്.